സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ല ബഹുമാനത്തോടെ വർത്തിക്കേണ്ട സമയവും അതാണ്. ഏറ്റവും വലിയ ബഹുമാനം അവരോട് നൽകേണ്ടത് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞില്ലേ? സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ബഹുമാനം കൊടുക്കണേ. ഏറ്റവും കൂടുതൽ പ്രായാധിക്യത്തിൽ സംസാരത്തിലാണ്, വെറുപ്പുണ്ടാക്കരുത്. പ്രായാധിക്യത്തിൽ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധ വേണം. ചിലപ്പോഴൊക്കെ അവർ കാണുമ്പോൾ അവർക്ക് ദഹിക്കാത്ത വിഷയങ്ങളാണെന്ന് കരുതിയിട്ട് പലതും എണ്ണി എണ്ണി പറഞ്ഞേക്കും. നമ്മളെ പ്രായത്തിന്റെ കുറവ് കൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് വഖുല്ലഹുമാ ഖൗലൻ കരീമാ. അവരെ വിരട്ടി ഓടിക്കരുത്, വിഷമിപ്പിക്കരുത്. മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കാൻ പറയരുത്. ഞാൻ നിർദ്ദേശിക്കും പോലെ ഇവിടെ താമസിക്കണമെന്ന നിർദ്ദേശം പറയരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. ബഹുമാനത്തോടെയുള്ള, മാന്യതയോടുള്ള വർത്തമാനം പറയണം. എത്ര സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞാലും പ്രായം കൂടിയവരല്ലേ എന്ന നിലക്കൊരു വലിയ പരിഗണനയും ക്ഷമയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അപ്പോഴാണ് ആ വലിയ ബറക്കത്ത് ലഭിക്കുക. ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് സഹോദരിമാരോട് ഞാൻ പറയട്ടെ, കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഭർത്താവിനോട്, പിന്നെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ താമസിക്കാം. എന്താ പ്രശ്നം? ഒന്നുമല്ല, എൻ്റെ കുട്ടിയൊന്ന് അങ്ങോട്ട്. ഓ, എൻ്റെ കുട്ടി എന്ന് പറഞ്ഞത് ഈ ഉമ്മാൻ്റെ പേരെ കുട്ടി തന്നെയല്ലേ. ഒന്ന് അങ്ങോട്ട് പോയപ്പോഴേക്ക് അവിടെ ഒരു ചെറിയ ഗ്ലാസ് എടുത്ത് പൊട്ടിച്ചപ്പോഴേക്ക് ഉമ്മ വാക്ക് പറയാൻ തുടങ്ങി. ആ കുട്ടി ഇപ്പുറത്തേക്കൊന്ന് പിന്നെയും വാക്ക് പറയാൻ തുടങ്ങി. അപ്പൊ ഈ ഭർത്താവ്, കേൾക്കുന്ന ഭർത്താവ് ആ പെണ്ണിനെ നല്ലോണം ഉപദേശിക്കണം. അങ്ങനെ ഉമ്മ പറഞ്ഞു, എന്നാ ഉമ്മ അവിടെ നിന്നോട്ടൊരു കാര്യം ചെയ്യ്, നീ ഒരു വാഹനം വിളിച്ച് പതുക്കെ നിന്റെ വീട്ടിലേക്ക് വെക്കും. അങ്ങനല്ല പറയേണ്ടത്. ക്ഷമിക്കാനും പൊറുക്കാനും സഹകരിക്കാനുള്ള നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. ഇതുപോലെ ഒരു ഉമ്മ അപ്പുറത്ത് നിങ്ങളെ വീട്ടിലുണ്ടായിരുന്നു. ആ ഉമ്മാക്കും സ്വസ്ഥത വേണ്ടേ? കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഈ ഉമ്മയെപ്പോലെ പ്രായമുള്ളൊരു ഉമ്മയായിട്ട്, ഉമ്മാമയായിട്ട് നീയും വരും. ഈ ഉമ്മയോട് നീ എങ്ങനെയാണോ സ്നേഹത്തോടെ വർത്തിക്കുന്നത്, പെരുമാറുന്നത്, അതിനേക്കാളും നല്ല സ്നേഹം നിനക്ക് കിട്ടണമെന്ന് ഇപ്പോൾ തന്നെ ആഗ്രഹം ഉണ്ടാകും പ്രായം കൂടുതലാകുമ്പോൾ. പക്ഷെ അന്ന് ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടണമെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ഇപ്പോൾ ഗുണം ചെയ്യണം. അതാണല്ലോ അതിൻ്റെ മാർഗം. നമ്മളെ മക്കൾ നമ്മളെ ബഹുമാനിക്കാനും ഗുണം ചെയ്യാനുള്ള മാർഗം എന്താ? ബിർറു ആബാഅക്കും തബിർറുക്കും അബ്നാഉക്കും സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നിങ്ങളെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, എന്നാ നിങ്ങളെ മക്കൾ നിങ്ങൾക്കും ഗുണം ചെയ്യും. അതാണ് അതിൻ്റെ മാർഗം. അപ്പൊ എങ്ങനെയാണോ അവരെ പോറ്റുന്നത്, അവരോട് സമീപിക്കുന്നത്, പെരുമാറുന്നത്, കഷ്ടപ്പെടുത്തിയിട്ട ആ ഒരു കഷ്ടപ്പാട് അതിനേക്കാളും മൂർച്ചയിൽ അനുഭവിക്കേണ്ടി വരും. ഒരു പക്ഷേ ഡിഗ്രി കൂടുതലായിരിക്കും, കുറച്ചുകൂടി കനത്തിലായിരിക്കും അല്ലാഹു തആല തരുന്നത്, വിഷമം കൂടുതലായിട്ട്. അല്ല, സ്നേഹത്തോടെ വാത്സല്യത്തോടെ പെരുമാറി നല്ല സന്തോഷത്തോടെ ഇടപഴകി സേവനങ്ങളൊക്കെ ചെയ്ത് അവരെ ബുദ്ധിമോശം കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ ഉണ്ടായിത്തീരുന്ന വൈകല്യങ്ങളും അതുപോലെ തന്നെ അവരിൽ നിന്ന് രോഗമോ മറ്റോ കാരണമായിട്ട് ഉണ്ടായിത്തീരുന്ന ചില വിഷമങ്ങളും വൃത്തികേടുകളൊക്കെ സഹിച്ച് തരണം ചെയ്തുള്ള ഖിദ്മത്ത്, ആ ഖിദ്മത്തിനേക്കാളും സന്തോഷിപ്പിക്കുന്ന ഖിദ്മത്തായിരിക്കും നമ്മളെ മക്കളെ കൊണ്ട് അല്ലാഹു നമുക്ക് തരാം. അപ്പൊ നമ്മളെ മക്കൾ നന്നാകാനുള്ള ഒരു കാരണവും ഈ ബാപ്പാർക്കും ഉമ്മാർക്കും നമ്മൾ ചെയ്യുന്ന ഖിദ്മത്താണ്. അതാണ്, അതെപ്പോഴും മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം വീട്ടിലാകെ നമ്മൾ വേറെ വീടൊക്കെ വെച്ച് മാറുമ്പോൾ തൽക്കാലം സമാധാനം ഉണ്ടാകും. ഇപ്പൊ നീ ക്ഷമിച്ചോ, ഇപ്പൊ നീ സഹിച്ചു എന്നൊരു വാക്കാണ് ആദ്യം തന്നെ പറയുന്നെങ്കിൽ പിന്നെ ആ വീടുണ്ടാക്കുന്നത് വരെ അതിൻ്റെ വാളായിരിക്കും. വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ബാപ്പയും ഉമ്മയോടെ താമസിക്കുമ്പോൾ നിങ്ങളല്ലേ പറഞ്ഞു നമ്മൾ വീടുണ്ടാക്കി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ എന്നായിരിക്കും പിന്നെ. അതുകൊണ്ട് ആദ്യം കൊടുക്കേണ്ട ബാലപാഠം, നിർദ്ദേശങ്ങൾ നമുക്ക് കുറച്ചു കാലം കൂടി സഹിച്ചാൽ മതി എന്നതല്ല. പ്രായാധിക്യത്തിലുള്ള ഉമ്മയല്ലേ ബാപ്പയല്ലേ, അവരോട് പൊരുത്തക്കേടരുത്.
പൊരുത്തക്കേടിൻ്റെ എന്തെങ്കിലും വാക്കോ മറ്റോ പ്രായാധിക്യം കൊണ്ട്, പ്രായം കൂടുമ്പോൾ ചിലപ്പം ബുദ്ധിക്ക് അല്പം കുറവ് വരും, ഓർമ്മശക്തി കുറയും, അതുപോലെ തന്നെ കേൾവിക്ക് കുറവ് വരും, കാഴ്ചക്ക് കുറവ് വരും, ചിലതൊന്നും പറഞ്ഞത് ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ട് 2, 3, 4 വട്ടമൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പം 10 വട്ടം പറഞ്ഞു എന്ന് ഒരു ദിവസം. അത് ചെറുപ്പത്തിൽ നമ്മൾ 10 അല്ല 20 അല്ല 25 വട്ടം പറഞ്ഞിട്ടും നമ്മളോ നോവിച്ചിട്ടില്ലായിരുന്നു, നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അത് മറന്നു, പലതും മറന്നു. ചോദിച്ചതിന് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ട്. മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയൊരു വാഹനത്തെ കണ്ടപ്പോൾ, ആ വാഹനത്തിനൊരു മോഡലൊക്കെ കണ്ടപ്പോൾ മകൻ ചോദിച്ചു ഉമ്മാനോട്, ഉമ്മ എന്താണത്? മോനെ അതിന് പിന്നെ ടിപ്പർ എന്നാ പറയാം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പിന്നെയും ചോദിക്കണം, എന്താ അത്? ടിപ്പർ എന്നാണ്. 10 വട്ടം ചോദിച്ചപ്പോഴും യാതൊരു വിഷമത്തിൻ്റെ ഒരു വാക്കും പറയാതെ 10 വട്ടവും ഒരേ മറുപടി. എന്ത് രസമായിട്ടാ പറഞ്ഞെന്ന്. പക്ഷെ ഇപ്പൊ പ്രായാധിക്യം കൂടിയിട്ട് ഒരു കാര്യം തന്നെ 4, 5 വട്ടം പറയുമ്പോഴേക്ക് ഇതന്നെയല്ലേ നേരത്തെയും പറഞ്ഞേ, പിന്നെയും പറയാ തുടങ്ങി. നമ്മൾ അരച്ചി ആടാൻ തുടങ്ങി. അങ്ങനെ ആയാലെങ്ങനെ? നമ്മൾ നമ്മളെ കാര്യമൊക്കെ മറന്നിട്ടല്ലേ ഈ ചോദിക്കുന്നത്, ഈ സംസാരിക്കുന്നത്. അങ്ങനെ ആയാൽ ബർക്കത്തുണ്ടാകൂല. നിങ്ങൾ വിചാരിച്ച് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ബാരിക്കലനാഫി ഷാബാന എന്ന് പറയുമ്പോഴേക്ക് അള്ളാഹുത്തല തരുന്ന ആ കാത്തിരുന്നോളൂ. ഇപ്പൊ തരും, കൊട്ടക്കണക്കിന് ഇപ്പൊ തരും. ഇപ്പോഴേ കീശയൊക്കെ നിറച്ചാൽ കൊണ്ട് തരും. ഒരു ദ്വാ നടത്തുമ്പോഴേക്ക് അതിന് നല്ലോണം അധ്വാനിക്കണം, യത്നിക്കണം. എന്നാൽ അള്ളാഹുത്താല തരുന്നതിന് കയ്യും കണക്കും ഉണ്ടാകൂല. ഇഷ്ടം പോലെ